സി മുകുന്ദനെ പുറത്താക്കിയിരിക്കുന്നു പാർട്ടി എന്നുള്ളതാണ്. അച്ചടക്കം ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPI പുറത്താക്കിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നേരത്തെ അദ്ദേഹം പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്നൊക്കെയുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. ഗീതാ ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് എത്തുകയും അതിൽ പേയ്മെന്റ് സീറ്റ് ആരോപണം എന്ന ഏറ്റവും ഗൗരവതരമായ ആരോപണം ഉയർത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു, പാർട്ടി പുറത്താക്കിയിരുന്നു. ശ്രീജിത് ശ്രീകുമാരൻ വിശദാംശങ്ങൾ. അനുജ, അല്പസമയം മുൻപാണ് CPIയുടെ ജില്ലാ കൗൺസിൽ യോഗം കൂടി. ഈ ജില്ലാ കൗൺസിലിലാണ് ജില്ലാ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ തീരുമാനം ഇങ്ങനെയാണ്: നാട്ടികയുടെ മുൻ നിലവിലെ MLAയും CPIയുടെ മണ്ഡലം കമ്മിറ്റി, അന്തിക്കാട് മണ്ഡലം കമ്മിറ്റി അംഗവുമായ ഇദ്ദേഹത്തെ CC മുകുന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടിക MLAയും CPIയുടെ നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗവുമായ CC മുകുന്ദനെ കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന നിർണായകമായ വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. കൗൺസിൽ യോഗം ജില്ലാ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം അംഗീകരിക്കുകയാണ്. പാർട്ടിയെ പ്രതിനിധീകരിച്ച് നാട്ടിക മണ്ഡലം MLA പ്രവർത്തിക്കുന്ന CC മുകുന്ദൻ നിരന്തരമായി പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. സ്വാഭാവികമായി അതിനുശേഷം ഇനി ഇങ്ങനെ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു. കടുത്ത വർഗവഞ്ചനയാണ് CC മുകുന്ദൻ കാണിച്ചിരിക്കുന്നതെന്നാണ് ജില്ലാ എക്സിക്യൂട്ടീവിൽ ഈ ഒരു ഘട്ടത്തിൽ നിലപാട് വന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്ന വാർത്താക്കുറിപ്പ് അവരിതാ പുറത്തിറക്കിയിരിക്കുന്നു. എന്തായാലും CPIയുടെ പാർട്ടിയിൽ നിന്ന് CC മുകുന്ദനെ പുറത്താക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഇനി CC മുകുന്ദൻ സ്വതന്ത്രനാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് തുറന്ന് പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടി നൽകിയ പരിഗണനയാണ് മുകുന്ദന് MLA ആക്കിയത്. അത് മറന്നാണ് മുകുന്ദൻ കടുത്ത അച്ചടക്ക ലംഘനം നടത്തിയതെന്നാണ് ജില്ലാ കൗൺസിലിൽ വിമർശനം ഉന്നയിച്ചത്. നാട്ടിക മണ്ഡലം കമ്മിറ്റിയോട് നടപടി റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ നേതൃത്വം തീരുമാനിച്ച 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും നിലവിൽ ജില്ലാ കൗൺസിൽ അംഗീകരിച്ചു. അതായത് നിലവിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും, സംസ്ഥാന നേതൃത്വം തീരുമാനിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും, ആലങ്കോട് ലീലാകൃഷ്ണൻ അടക്കം, ഗീതാ ഗോപി അടക്കം, വത്സരാജ് അടക്കമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും, രാജനടക്കമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ ജില്ലാ കൗൺസിൽ യോഗം അംഗീകരിച്ചിരിക്കുകയാണ്. CC മുകുന്ദൻ ഇനി CPIയിലില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അതാണ് CC മുകുന്ദൻ നാട്ടിക MLA ആണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. പാർട്ടി വിരുദ്ധ തീരുമാനം കൈക്കൊണ്ടു എന്നുള്ള ഗുരുതര ആരോപണം ചുമത്തി അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് അദ്ദേഹത്തെ കേൾക്കും, പറയാനുള്ളത് കേൾക്കും, ശത്രുപക്ഷത്ത് നിർത്തില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDFന്റെ പിന്തുണയോടെ മത്സരിക്കുമെന്ന ആ ഒരു കാര്യം ആവർത്തിച്ച് പറയുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് കടുത്ത നടപടിയിലേക്ക് പാർട്ടി നീങ്ങിയത്. CC മുകുന്ദൻ പാർട്ടിക്ക് പുറത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.